ആ ബ്രായുടെ വള്ളിയൊന്ന് അകത്തോട്ടാക്കിക്കേ. റോഡിൽ കൂടി പോകുന്നവർ അത് നോക്കി വെള്ളമിറക്കുന്നതുകണ്ട് സഹികെട്ടിട്ടാണ് ബുള്ളറ്റിനു പിറകിൽ അലക്ഷ്യമായിരിക്കുന്ന മേബിളിനോട് ഞാനത് പറഞ്ഞത്. അത് കേട്ടിട്ടും കേൾക്കാത്ത മട്ടിലുള്ള അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് അടിമുടി ചൊറിഞ്ഞുകയറി. നാശം പിടിക്കാൻ ഏത് നേരത്താണാവോ അമ്മച്ചിയുടെ വാക്കേട്ട് പിറകിലിരിക്കണ മാരണത്തെയും കൊണ്ട് ഞാൻ ഈ യാത്രക്കിറങ്ങിയത്. അമ്മച്ചിയുടെ പഴയകളിക്കൂട്ടുകാരിയുടെ മകളാണ് മേബിൾ. അവർ കുടുംബമായി ഡൽഹിയിലായിരുന്നു താമസം. മേബിളിന്റെ അച്ഛന്റെ അപ്രതീക്ഷിത മരണത്തോടെ ആ കുടുംബം തൃശൂരിലുള്ള അവരുടെ അമ്മ വീട്ടിലേക്ക് താമസം മാറ്റി. മേബിൾ ഡൽഹിയിൽ ഫ്ലോറികൾച്ചറിൽ എന്തോ ഗവേഷണം ചെയ്യുകയാണെന്നും അവൾക്ക് എന്നെക്കൊണ്ടെന്തോ സഹായം വേണമെന്നും അമ്മച്ചി പറഞ്ഞപ്പോൾ എതിർത്ത് പറയാൻ കഴിഞ്ഞില്ല. ആ വീട്ടിലെത്തി ഓളെ കണ്ടപ്പോഴാണ് സംഗതി ഇച്ചിരി ഗുരുതരമാണെന്ന് മനസ്സിലായത്. കള്ളിമുണ്ടും മാടികുത്തിയുള്ള എന്റെ വരവ് അവൾക്കൊട്ടും പിടിച്ചിട്ടില്ലെന്ന് ആ മുഖഭാവം കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. അത് കഴിഞ്ഞു ഓളുടെ വക ഒരു ഇന്റർവ്യൂ. ബൈക്ക് ഓടിക്കാൻ അറിയോ? ലൈസൻസ് ഉണ്ടോ? ഇജ്ജാതി ചോദ്യങ്ങൾ കേട്ടപ്പോഴേ എനിക്ക് പ്രാന്തായി. അപ്പോഴാണ് അവൾ കാര്യങ്ങൾ വിവരിച്ചത്. അങ്ങ് ദൂരെ മതേരാൻ എന്നൊരിടത്തു വൈഷ്ണകമലം എന്നൊരു അപൂർവേനം പുഷ്പമുണ്ടത്രേ. ആ പൂവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി മേബിളിന് മതേരാനിലേക്ക് ഒരു യാത്ര പോകണം. പ്രകൃതിഭംഗി ആസ്വദിച്ചു ഒരു ബുള്ളറ്റ് യാത്രയാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഒരു ബുള്ളറ്റും വിശ്വസ്തനായ ഒരു ഡ്രൈവറെയും അവൾക്ക് ഞാൻ സംഘടിപ്പിച്ചു കൊടുക്കണം. മേബിളിന്റെ അമ്മച്ചിക്ക് ഓളെ അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ എന്നെ കൂടുതലായി വിശ്വസിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, മകൾക്ക് കൂട്ടിനായി ഉറ്റകൂട്ടുകാരിയുടെ മകനായ ഞാൻ തന്നെ പോകണമെന്ന വാശിയിലായിരുന്നു. യാത്രകൾ ഏറെ ഇഷ്ടമായതുകൊണ്ട് അവരോട് എതിർപ്പൊന്നും പറയാതെ ഞാൻ അവിടുന്നിറങ്ങി നേരെ ചെന്നത് ഹരിയേട്ടന്റെ വർക്ക്ഷോപ്പിലേക്കായിരുന്നു. അവിടൊരു മൂലയിൽ പൊടിപിടിച്ചിരിക്കുന്നൊരു ബുള്ളറ്റിൽ കണ്ണുടക്കിയപ്പോഴാണ് അതിനെക്കുറിച്ച് ഹരിയേട്ടനോട് തിരക്കിയത്. 30 വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണെന്നും വിൽപ്പനക്കായി ഇട്ടിരിക്കുവാണെന്നും ഹരിയേട്ടൻ പറഞ്ഞതു കേട്ടപ്പോൾ എനിക്കാവേശമായി. ഇത് പഴയ വണ്ടിയല്ലേ, സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാവില്ലേ എന്ന എന്റെ സംശയം കേട്ടപ്പോൾ അയാളൊന്ന് ഉറക്കെ ചിരിച്ചു. തെങ്ങിൽ നിന്നും ഒരു മച്ചിങ്ങ അടർന്നു ആ കിക്കറിൽ വീണാൽ മതി, അവൻ സ്റ്റാർട്ടായിക്കോളും. പുള്ളിക്കാരന്റെ ആ ഒറ്റ ഡയലോഗിൽ തന്നെ ഞാൻ വീണു. ഒരാഴ്ചത്തേക്ക് ആ വയസ്സൻ ബുള്ളറ്റിനെ വാടകക്ക് പറഞ്ഞുറപ്പിച്ചാണ് ഞാനവിടുന്നിറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയതാണ് ഈ യാത്ര. തൃശൂരിൽ നിന്നും എങ്ങാണ്ടോ കിടക്കുന്ന മാതേരാനിലേക്ക്, പിറകിൽ മേബിൾ എന്ന മാരണത്തെയും വഹിച്ചുകൊണ്ട്. അലുവയും മത്തതിക്കറിയും പോലായിരുന്നു ഞാനും മേബിളും തമ്മിൽ, എല്ലാ അർത്ഥത്തിലും വിപരീത ദിശയിലുള്ള രണ്ടുപേർ. ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ തുടങ്ങി ഞങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേട്. ദൂരയാത്രയല്ലേ, അല്പം കാറ്റ് കിട്ടിക്കോട്ടെ എന്ന് കരുതി സ്വർണ്ണകസവുള്ള വെള്ളമുണ്ടും കോളറിൽ മുത്തുമണികൾ പിടിപ്പിച്ച ചുമല ഷർട്ടുമായിരുന്നു യാത്രയുടെ ആദ്യ ദിവസത്തിൽ എന്റെ വേഷം. അത് മേബിളിന് പിടിച്ചില്ലത്രേ. താൻ കല്യാണത്തിന് പോകുന്നതാണോ അതോ ട്രിപ്പ് വരുന്നതാണോ എന്നുള്ള അവളുടെ ചോദ്യത്തിൽ നിന്ന് അതിലുള്ള കുത്തൽ ഞാൻ മനസ്സിലാക്കിയെടുത്തു. അവളെന്തോ നിക്കർ പോലുള്ള സാധനവും ഇറുകിയ ബനിയനും ധരിച്ചായിരുന്നു ബുള്ളറ്റിനു പിറകിൽ കയറിയത്. നോക്കിയും കണ്ടും ഇരുന്നോണം ഇജ്ജാതി ഉടുപ്പിട്ട് എന്നെ തട്ടാനും മുട്ടാനും വന്നേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വസ്ത്രധാരണത്തോടുള്ള വിയോജിപ്പ് ഞാനും പ്രകടിപ്പിച്ചു. അടുത്ത പ്രധാന പ്രശ്നം ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നു. മേബിളിനെ ഇഷ്ടപ്പെട്ട വലിയ റെസ്റ്റോറന്റിൽ കേറി ഓള് വായിലൊതുങ്ങാത്ത കണകുണ പേരുകൾ ഓരോന്ന് ഓർഡർ ചെയ്തപ്പോൾ വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് 2 ഐറ്റം ഓർഡർ ചെയ്തു. ഒരു സെറ്റ് പുഴുങ്ങിയ താറാം മുട്ടയും ഒരു ജീരക ഷോടയും. തൊപ്പിവെച്ച വൈറ്ററും ഒപ്പം മേബിളും അതുകേട്ട് വാ പൊളിച്ചു നിൽക്കുന്നത് കണ്ട് ഞാൻ അമ്പരന്നു. അതിന്റെ പേരിൽ ഞങ്ങൾ കുറച്ചുനേരം അവിടിരുന്ന് തർക്കിച്ചു. അവസാനം ബിൽ കൊടുക്കാൻ നേരത്തെ ബാക്കിവന്ന തുകയിൽ നിന്നും 100 രൂപ അനാഥരായവരെ സഹായിക്കാൻ വെച്ചിരിക്കുന്ന ചില്ല് ബോക്സിലേക്ക് തിരികെ വെക്കുന്ന മേബിളിനെ കണ്ടപ്പോൾ എനിക്കെന്തോ സന്തോഷം തോന്നി. എന്തൊക്കെയായാലും മനസ്സിൽ നന്ദിയുണ്ട് ഈ പെണ്ണിന്. യാത്രക്കിടിയിൽ ബോറടിച്ചപ്പോൾ ഞാൻ വെറുതെ 2 വരി പാട്ടൊന്നു മൂളി തുടങ്ങിയപ്പോഴേക്കും പിറകിൽ നിന്നും മേബിളിന്റെ സ്വരമുയർന്നു. ഇഷ്ടായി, നിർത്തിക്കേ. നല്ല റോഡിലൂടെ ബുള്ളറ്റ് പറത്തിക്കൊണ്ട് വണ്ടി നിർത്താൻ ആവശ്യപ്പെടും. വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി റോഡരികിലുള്ള പറമ്പിലേക്കോ പൊന്തക്കാട്ടിലേക്കോ അവൾ ഓടിപിടഞ്ഞു പോകുന്നത് കാണുമ്പോൾ ആദ്യമൊക്കെ ഞാൻ കരുതി അതിന് മുട്ടിയിട്ടല്ലേ, പോയി സാധിച്ചിട്ട് വരട്ടെ എന്ന്. പക്ഷെ ഈ പരിപാടി ഇടയ്ക്കിടെ ആവർത്തിച്ചപ്പോൾ ഒരു തവണ ഞാനും ഓളുടെ പിറകെ കാട്ടിലേക്ക് കയറി നോക്കി. എന്താ ഏർപ്പാടെന്ന് അറിയണല്ലോ. ആ കാട്ടിൽ അങ്ങിങ്ങായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ ഫോട്ടോയും എടുത്ത് അവയൊക്കെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന മേബിളിനെ കണ്ട് ഞാൻ മൂക്കത്തു വിരൽ വെച്ചു. ഇതിനായിരുന്നു ഈ പെണ്ണ് പരക്കം പാഞ്ഞു ഇങ്ങോട്ട് ചാടിപിടഞ്ഞു കയറിയത്. വെറുതെ തെറ്റിദ്ധരിച്ചു. 4 ദിവസം കൊണ്ട് മതേരാൻ എത്താമെന്നാണ് മേബിൾ ഉദ്ദേശിച്ചതെങ്കിലും ഇടയ്ക്ക് പെയ്ത മഴ ഞങ്ങളുടെ യാത്രയെ ചെറുതായൊന്നു ചുറ്റിച്ചു. ഒരു പകൽ കൂടി ഞങ്ങൾക്ക് ബുള്ളറ്റിൽ യാത്ര ചെയ്യേണ്ടിവന്നു. ആദ്യത്തെ 3 ദിവസങ്ങളിലും എന്നോട് അടികൂടിയ മേബിൾ 4ാം ദിനമായപ്പോഴേക്കും പതിയെ ഞാനുമായി കമ്പനിയായി തുടങ്ങി. യാത്ര വിരസമാകാതിരിക്കാൻ ഞാനവൾക്ക് നാട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊടുക്കുമ്പോൾ ഒരു കൊച്ചുകുഞ്ഞിന്റെ കൗതുകത്തോടെ മേബിൾ അതെല്ലാം ആസ്വദിച്ചു കേൾക്കുന്നുണ്ടായിരുന്നു. ഡൽഹിയിൽ ജനിച്ചു വളർന്ന മേബിളിന് നാട്ടിലെ അമ്പുപെരുന്നാളും ബാൻമേളവും ഉത്സവവും ആനയുമെല്ലാം കേട്ട് പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇടവകപള്ളിയിൽ പെരുന്നാളിന് വൈകിട്ട് ഇമ്മടെ അമ്മച്ചിയുണ്ടാക്കിയ പോത്തിറച്ചി അമ്മച്ചിവരട്ട് കൂട്ടി 2 എണ്ണം പിടിപ്പിച്ചു പള്ളിപ്പറമ്പിലെ നിക്കണ സുഖം അങ്ങ് ഡൽഹിയിൽ നിന്നാ കിട്ടോന്നടെ മേബിളെ. ഞാനത് ചോദിച്ചപ്പോൾ മേബിളാകെ ത്രില്ലടിച്ചതുപോലെ എന്നോട് ചേർന്നിരുന്നു. അവളുടെ ശരീരത്തിലെ ചൂടും മാർദ്ദവവും എന്റെ ചുമലിൽ പതിയുന്നത് ഞാനറിയുന്നുണ്ടായിരുന്നു. അതെന്തോന്നായി അമ്മച്ചി വരട്ട്. ആവേശത്തോടെ അവളത് എന്റെ ചെവിക്കരികിലേക്ക് മുഖമെത്തിച്ചു ചോദിച്ചപ്പോൾ ചുടുനിശ്വാസം ചെവിയിൽ പതിഞ്ഞു. കൈകാലുകളിലൊന്ന് കുളിരുകോരി. ഈ പെണ്ണെന്നെ പ്രാന്ത് പിടിപ്പിക്കലോ തമ്പുരാനെ. ക്വോട്ട്
ഞാനത് പിറുപിറുത്തപ്പോൾ മേബിൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അമ്മച്ചി വരട്ടിനെ പറ്റി പറയുന്നേ. അതുപിന്നെ എന്റെ അമ്മച്ചീന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണത്. ഇമ്മടെ പള്ളിപ്പെരുന്നാളിന്റെ അന്ന് ഉച്ച ആവുമ്പോഴേക്കും ഒരു കുഞ്ഞിരുളി നിറയെ പോത്തിറച്ചി വരട്ടിവെക്കും അമ്മച്ചി. വൈകുന്നേരം ആവുമ്പോഴേക്കും ഞാനത് മുഴുവനും തിന്നു തീർക്കും. അങ്ങനെ ഞാനതിനു ഇട്ട പേരാണ് പോത്തിറച്ചി അമ്മച്ചി വരട്ട്. അവളത് കേട്ട് കുടുകുടാ ചിരിക്കുന്നതും ആ വെളുത്ത മുഖം ചുവന്നു തുടുക്കുന്നതും ഞാൻ കണ്ണാടിയിലൂടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ പിറുപിറുത്തു, ഈ പെണ്ണെന്നെ പ്രാന്താക്കും. അല്ല മേബിളെ, ഈ പറഞ്ഞ പൂവിന്റെ ശരിക്കും നിറം എന്തൂട്ടാ? ചൊമ്പാണേൽ നമ്മുടെ പള്ളിപ്പറമ്പിലെ സെമിത്തേരിയിൽ ഈ പറഞ്ഞ മാതിരിയുള്ള ചുമലപ്പൂക്കൾ 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ എനിക്കൊരു സംശയം, ഇനി അതാണോ ഈ വൈഷ്ണകമലം? ഹഹ, വൈഷ്ണകമലത്തിന്റെ നിറം കടും നീലയാണ്. ആ പുഷ്പത്തിൽ നിന്നുയരുന്ന ഗന്ധം ആഞ്ഞെന്ന് ശ്വസിച്ചാൽ അത് നമ്മുടെ തലച്ചോറിന് വരെ മന്ദീഭവിപ്പിക്കും. അതായത് കുറച്ചു നേരത്തേക്ക് ഫിറ്റായതുപോലെ തോന്നുമെന്ന്. ആഹാ, എന്നാ പിന്നെ കുറച്ചുനേരം അവിടെയിരുന്നു ആ പൂവിന്റെ മണം വലിച്ചു കേട്ടിട്ട് തന്നെ കാര്യം. ഞാനതും പറഞ്ഞു ബുള്ളറ്റിന്റെ ഗിയർ മാറി. മദേരാനിലേക്ക് കഷ്ടിച്ച് 50 കിലോമീറ്ററോളം ഉള്ളപ്പോൾ വീണ്ടും ഒരു മഴ പെയ്തു. എവിടെയെങ്കിലും കേറി നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മേബിൾ സമ്മതിച്ചില്ല. ആ മഴ നനഞ്ഞു വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. കുറച്ചൂടെ മുന്നോട്ട് ചെന്നപ്പോൾ മഴ മാറി പകരം ചുറ്റിനും കോടമഞ്ഞുയർന്നു. ഇരുവശങ്ങളിലും അഗാധഗർത്തങ്ങളുള്ള റോഡിന്റെ വെളുത്തവര നോക്കി. സാവധാനത്തിൽ ബുള്ളറ്റ് നീങ്ങുമ്പോൾ ആ കോടമഞ്ഞിലേക്ക് മിന്നാമിന്നുകൾ പ്രകാശം പൊഴിച്ചുകൊണ്ട് കൂട്ടത്തോടെ പറന്നുയരുന്നത് കാണാമായിരുന്നു. ഇതാണ് ഭൂമിയിലെ സ്വർഗമെന്ന് തോന്നിപ്പിക്കുമിതമുള്ള കാഴ്ചയായിരുന്നു അത്. അത് കണ്ടിട്ടാകണം പിറകിലിരിക്കുന്ന മേബിളിന്റെ കണ്ണിൽ 1000 വൈഷ്ണകമലങ്ങൾ പൂത്തുനിൽക്കുന്നത് ഞാൻ കണ്ണാടിയിലൂടെ കണ്ടു. കോടമഞ്ഞിന്റെ കണികകൾ പാറിപ്പറന്നുവന്നെന്റെ താടിരോമങ്ങളിൽ പറ്റിപിടിച്ചിരിക്കുന്നത് കണ്ടിട്ടാവണം പിറകിൽ നിന്നും ഒരു കൈ നീണ്ടുവന്നെന്റെ കവിളിൽ തലോടിയത്. ആ കുളിരിലും ഞാനൊന്നു ഉഷ്ണിച്ചു. കിളിക്കൂട് പോലെയുണ്ട് നിങ്ങളുടെ താടി. അവളെന്റെ താടിരോമതിനിടയിലൂടെ കൈവിരൽ ഓടിച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ഞാനൊരു മിന്നാമിന്നുമ്പോൾ പറന്നുയരുകയായിരുന്നു. മേബിളിനെ കഴിഞ്ഞാൽ ആ യാത്രയിലുടനീളം എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം ഞാനുപയോഗിക്കുന്ന ആ വാഹനം തന്നെയായിരുന്നു. ആ വയസ്സൻ ബുള്ളറ്റ് യാത്രയിലൊരിക്കൽ പോലും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലെന്നു മാത്രമല്ല, ക്ഷീണമേതുമില്ലാതെ അവൻ ഞങ്ങളെയും കൊണ്ട് മദേരാനിലേക്ക് പാഞ്ഞു. മദേരാൻ ആൾസഞ്ചാരം കുറവുള്ള കുന്നും മലകളും നിറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു. ടാരിങ് നടന്നിട്ട് വർഷങ്ങൾ പിന്നിട്ട അവിടുത്തെ റോഡിലൂടെ തെന്നിത്തെന്നിയുള്ള ബൈക്ക് യാത്ര എന്നെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത്. എങ്കിലും അല്പസമയം കൊണ്ട് ഞങ്ങൾ വൈഷ്ണകമലം എന്ന അപൂർവ പുഷ്പം പൂത്തുനിൽക്കുന്ന മദേരാനിലെ താഴ്വാരത്തിലെത്തി. ബുള്ളറ്റ് സൈഡിലൊതുക്കി ഞാനിറങ്ങുമ്പോഴേക്കും പിറകിൽ നിന്നും മേബിൾ ചാടിയിറങ്ങി മുന്നോട്ട് കുതിച്ചിരുന്നു. യാത്രാക്ഷീണത്താൽ ഒന്ന് മൂരിനിവർന്നു ചുറ്റുമണ്ണു കണ്ണോടിച്ചപ്പോൾ ആ കാഴ്ച കണ്ടു. കിഴക്കുദിക്കിലെ ഒരു പൊയ്ക മുഴുവൻ നീലനിറത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. 1-2 ആയിരം കടും നീലപ്പൂക്കൾ. ആ പൂവിൻതണ്ടുകൾ കാറ്റിലിളകിയാടുന്നു. അതെ, അതാണ് മേബിൾ തിരക്കിയിറങ്ങിയ വൈഷ്ണകമലം. ആ പൂക്കളിൽ നിന്നുയരുന്ന ഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന തോന്നലിൽ ഞാനൊന്ന് ശ്വാസം ആഞ്ഞുവലിച്ചു. ശരിയാണ്, മേബിൾ പറഞ്ഞതുപോലെ ആ പുഷ്പഗന്ധം തലച്ചോറിൽ കയറിയിറങ്ങി വേലിയേറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പാതിയടഞ്ഞ കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്നു നോക്കുമ്പോൾ ആ കടുംനീല പൂക്കൾക്കിടയിൽ മറ്റൊരു പൂവായി മേബിൾ വിടർന്നു നിൽക്കുന്നത് കണ്ടു. കയറിയ കയറ്റങ്ങളെല്ലാം ബുള്ളറ്റിൽ തിരികെ ഇറങ്ങിക്കൊണ്ടിരിക്കെ ചെവിക്കരികിൽ മേബിളിന്റെ നനുത്ത സ്വരം കേട്ടു. പോകുമ്പോൾ പാടി നിർത്തിയ ആ പാട്ട് ഒന്നുകൂടെ പാടിക്കെ. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണിതുടഞ്ഞുപോയി നമ്മൾ. മെല്ലെ മെല്ലെ. ഞാൻ മൂളിയ ആ പാട്ട് അവസാനിക്കുമ്പോഴേക്കും മേബിൾ എന്റെ ചുമലിൽ തലചേർത്ത് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ആ യാത്ര അവസാനിച്ചു ബുള്ളറ്റ് തിരികെ മേബിളിന്റെ വീടിന്റെ പടിക്കിലെത്തിച്ചപ്പോൾ തിരിഞ്ഞെന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് കണ്ട് എന്റെ ചങ്കൊന്ന് വേദനിച്ചു. യാത്രാക്ഷീണം തീർക്കാൻ വിസ്തരിച്ചുള്ള കുളിയും കഴിഞ്ഞു ടർക്കിയും ഉടുത്തു ബെഡിലേക്ക് ചെരിയുമ്പോൾ മൊബൈലിൽ മേബിളിന്റെ മെസ്സേജ് കിടപ്പുണ്ടായിരുന്നു. അടുത്ത പള്ളിപ്പെരുന്നാളിന് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിരുളിന്ന് അമ്മച്ചി വരട്ട് കഴിക്കാൻ ഞാനുമുണ്ടാവുണ്ടോ? ഈ പെണ്ണെന്നെ പ്രാന്താക്കും. എന്റെ ചുണ്ടുകൾ അങ്ങനെ പിറുപിറുക്കുമ്പോൾ കുറച്ചു ദൂരെ മേബിളിന്റെ റൂമിൽ നിന്നും ആ പാട്ടിയിരുന്നുണ്ടായിരുന്നു. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണിതുടഞ്ഞുപോയി നമ്മൾ. മെല്ലെ മെല്ലെ.